തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ ബൈബിൾ സ്റ്റഡിയുടെ ആദ്യത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 5 മുതലുള്ള അധ്യായങ്ങളിലെ വേദഭാഗമാണ്. തുടർമാനമായി പഠിക്കാനായിട്ട് കർത്താവ് നമുക്ക് അവസരം നൽകുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തന്നെ ഒരു വാക്യം മാത്രം, 24-ാം വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനാകും എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ ആകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുറച്ചുകൂടെ കൃത്യതയുണ്ട്. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട്. അപ്പോൾ ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ അടിസ്ഥാനമാണെന്നാണ്, ഫൗണ്ടേഷൻ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറയാവുന്ന ഒരു വീടിൻ്റെ ഫൗണ്ടേഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സംശയമുള്ള കാര്യമല്ല. അങ്ങനെ ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ വചനങ്ങളാണ് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വാക്കെന്താണ്? ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ എല്ലാ വചനങ്ങളും ഒരുപോലെ പ്രധാനമാണ്. എങ്കിലും യേശു ഇവിടെ അടിസ്ഥാന വചനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, നാം ഇവിടെ പഠിക്കാൻ പോകുന്നതായ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറയാണ് എൻ്റെ ഈ വചനങ്ങളെ കേട്ട്. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മറ്റ് വചനങ്ങളൊന്നും പ്രധാനമല്ലെന്നല്ല. പക്ഷേ യേശുവിൻ്റെ വചനങ്ങളുടെ ഒരു ഒന്ന് സമ്മറൈസ് ചെയ്താൽ യേശുവിൻ്റെ വാക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കണമെങ്കിൽ അതിന് എല്ലാം കൂടെ ഒന്ന് അബ്രിഡ്ജ് ചെയ്ത് പഠിച്ചാൽ അടിസ്ഥാനപരമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, യേശുവിൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവൻ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ അടിസ്ഥാനം നമ്മൾ ഇടുകയാണെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള വചനങ്ങളെല്ലാം ചേർത്താണ് നമ്മൾ പണിയുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ അടിസ്ഥാനം ഇട്ടില്ല എങ്കിൽ ആ വീട് മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാണ്. അത് പെട്ടെന്ന് തകർന്നു പോകും. പക്ഷേ ഇതാണ് അടിസ്ഥാനം എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ എത്ര ആഴത്തിൽ, എത്ര ഹൃദയം തുറന്ന് നമ്മളിതിനെ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിവാഞ്ച, ഒരു ദാഹം ഇതറിയാനായിട്ട്. പക്ഷേ എന്തോ നമ്മുടെ സഭകളിൽ ഏറ്റവും കുറച്ച് പ്രസംഗിക്കപ്പെടുന്ന ഒരു വേദഭാഗമാണ് ഗിരിപ്രഭാഷണം. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയോ, ഈ അടുത്ത സമയത്ത് നിങ്ങൾ എത്ര പ്രസംഗങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നോട് പറയൊന്നും വേണ്ട. പക്ഷേ കേട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത കാലത്തൊന്നും ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഒരു സന്ദേശം ഞങ്ങളുടെ സഭയിൽ പ്രസംഗിച്ച് കേട്ടിട്ടില്ല എന്ന്. ഒരു പക്ഷേ ചില സഭകളിൽ
ഏതെങ്കിലും ഒരു പാസ്റ്ററൊക്കെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഭാഗം പറയുമ്പോഴും നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടത്, പണിയേണ്ടത്, ആശ്വാസം ലഭിക്കുന്നതും പണിയുന്നതും രണ്ടും രണ്ടാണ് അല്ലേ? അപ്പോൾ പണിയേണ്ടത് എന്ന് പറയുമ്പോൾ ജീവിതത്തിന് രൂപാന്തരം വരുത്തേണ്ടതായ ഈ വേദഭാഗത്തെ വചനങ്ങൾ സ്പെസിഫിക്കായിട്ട് ഇങ്ങനെ പണിതില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകാൻ പോകുകയാണെന്ന് പറയുന്ന ഒരു പ്രീച്ചർ നിങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് എത്ര കാലമായി? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനകത്ത് നിന്ന് അമർത്തിക്കുലുക്കി കവിയുന്ന അളവ് നിങ്ങൾക്ക് മടക്കി തരുമെന്ന് പറഞ്ഞിട്ടുള്ള പാസ്റ്റർമാരൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞത്. എന്താണ്? ഈ വാക്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ ഈ വചനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ വീട് പണിയുന്നില്ലെങ്കിൽ, നിങ്ങൾ സഭ പണിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം പണിയുന്നില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുവാൻ പോകുകയാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗം, ഒരു പ്രസംഗകൻ അതാണ്. അപ്പോൾ ഇതാണ് അടിസ്ഥാനമെങ്കിൽ എത്ര ആഴത്തിൽ നമ്മളിതിനെ മനസ്സ് കൊടുക്കണം. ഇത് പഠിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ആവശ്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാക്കുകൾ പൂർണ്ണമായും യേശുവിൻ്റെ വാക്കുകളാണ്. ഇത് കൊട്ടേഷൻസ് അല്ല. പലപ്പോഴും മറ്റു പലരും പറഞ്ഞതിൽ നിന്ന് കർത്താവ് എടുത്തു പറയുന്ന കാര്യങ്ങളല്ല. ഇത് അടിസ്ഥാനപരമായി യേശുവിൻ്റെ തന്നെ വാക്കുകളാണ്. അതുകൊണ്ടാണ് പല ഭാഗങ്ങളും ശാസ്ത്രിമാർ പറയുന്നതിൽ നിന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ കർത്താവ് പറയുന്നു, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുന്നതായ വേദഭാഗം. ഇത് പഠിക്കണമെങ്കിൽ യേശു എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്നറിയണം. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, യേശുവിനെ അറിയാതെ ഈ യേശുവിൻ്റെ വാക്കുകൾ പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നല്ല, അത് ശരിയാകത്തില്ല. ഇതിൻ്റെ അക്ഷരങ്ങൾക്കും അപ്പുറത്ത് യേശുവിൻ്റെ മനസ്സാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് യേശു എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആദ്യം ഒന്ന് പരിശീലിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ്. അതുതന്നെയാണ് മത്തായി എഴുതുമ്പോഴും അങ്ങനെയാണ്. മത്തായി എഴുതുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞ ഗിരിപ്രഭാഷണത്തിലല്ല മത്തായി തൻ്റെ പുസ്തകം തുടങ്ങുന്നത്. ആദ്യം മത്തായി യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയുള്ള വ്യക്തിയാണ് യേശു, എന്താണ് യേശുവിൻ്റെ ഉദ്ദേശ്യം, എന്തിനു വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്, എന്താണ് യേശുവിന് പ്രൊക്ലെയിം ചെയ്യാനുള്ളത്. അതിനുശേഷമാണ് യേശുവിൻ്റെ ടീച്ചിങ്സ് മത്തായി പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ യേശു ആരാണ്, എന്തിനു വേണ്ടിയാണ് വന്നത്, എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് യേശു ഭൂമിയിൽ ജീവിച്ചത്, അല്ലെങ്കിൽ എന്തായിരുന്നു യേശുവിൻ്റെ മനസ്സിലുള്ള ആത്യന്തിക ലക്ഷ്യം, ഇതൊക്കെ ആദ്യത്തെ 4 അധ്യായങ്ങളിലൂടെ നമുക്കൊന്ന് വെളിപ്പെടുത്തി തന്നതിന് ശേഷം യേശുവിൻ്റെ വാക്കുകൾ 5-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഈ അടിസ്ഥാന പഠനം ഇല്ലാതെ നമുക്ക് ഈ വാക്കുകൾ പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്താണ് മത്തായിയുടെ സുവിശേഷം? നമ്മൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ മുതൽ അവിടെ കാണുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. ഇറ്റ് സേസ് അബൌട്ട് ദ ബർത്ത് ഓഫ് ജീസസ്. മത്തായി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം വിവരണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവ് ആയ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായ്മ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ആലോചിച്ചു. എന്നാൽ ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫ് നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്തിനു വേണ്ടി വന്നു എന്നാണ് മത്തായി ആദ്യം പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ ഉപദേശങ്ങളല്ല, യേശുവിനെയാണ് മത്തായി ആദ്യം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടെ നമ്മളും യേശുവിൻ്റെ ഉപദേശങ്ങൾ പഠിക്കുമ്പോൾ അതിന് മുന്നിലായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് യേശു വന്നത്, എന്തിനു വേണ്ടി, ഫോർ വാട്ട് റീസൺ ജീസസ് കെയിം ടു ദിസ് വേൾഡ്. അവിടെ പറയുന്നത് അവൻ്റെ പേരെന്തായിരിക്കണമെന്നാണ്. ഇറ്റ് ഷുഡ് ബി ജീസസ്. അവനെ നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? യേശു എന്ന് പേർ ഇടണം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷിതാവ്, ജോഷുവ, യഹോവ ഈസ് സാൽവേഷൻ, യഹോവയാണ് രക്ഷകൻ എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ എന്താണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ യേശു വന്നത് എന്തിനു വേണ്ടിയാണ്?
വിമോചകനായാണ്, രക്ഷകനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. എന്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുവാൻ? അതാണ് ചോദ്യം. എന്തിൽ നിന്നെന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കൊണ്ട്. അപ്പോൾ അവൻ രക്ഷകനാണ്, അല്ലെങ്കിൽ വിമോചകനാണ് തന്നെയല്ല, എന്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിത് ഓർപ്പിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുടെ എംഫസിസ് എന്താണ്? സുവിശേഷകൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ സുവിശേഷകൻ്റെ എംഫസിസ് എന്താണെന്നുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യേശു ഭൂമിയിൽ വന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അവൻ എന്തിനു വേണ്ടി വന്നു എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. വൈ ജീസസ് കെയിം ടു ദിസ് വേൾഡ്? വെൻ ജീസസ് വാസ് ഇൻ ദിസ് എർത്ത്, ഇൻ ദ ഫേസ് ഓഫ് ദിസ് പ്ലാനറ്റ് എർത്ത്, ഹി വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. അവൻ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അവൻ കരയുന്ന ആളുകളോട് കൂടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അവൻ ഒലിവുമലയ്ക്ക് പാട്ടുപാടി പോയിട്ടുണ്ട്. അവൻ സന്തോഷിച്ചിട്ടുണ്ട്. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ യേശു ഭക്ഷണം കഴിക്കാനല്ല ഭൂമിയിലേക്ക് വന്നതാണോ? അല്ല. യേശു ഒന്ന് കരയാൻ വേണ്ടിയും അല്ല വന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ദൗത്യത്തിൻ്റെ കോറല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ദൗത്യം, നമ്മുടെ മിഷൻ, അതിനൊരു കോർ പോയിന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇതേപോലെ യേശുവിൻ്റെ ഭൂമിയിലേക്ക് വന്ന ദൗത്യം, എന്തിനു വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കരയാൻ വന്നതല്ല, അവൻ ഭക്ഷണം കൊടുക്കാൻ വന്നതല്ല. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയും വന്നതല്ല. അവൻ രോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് വേറെ കാര്യം. അവൻ്റെ വരവിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്. എന്ത്? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കൊണ്ട് അവന് യേശുവെന്ന് പേർ വിളിക്കണം. അപ്പം ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ എംഫസിസ്. ഒരാൾ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രഥമമായി പറയേണ്ട കാര്യം ഇതാണ്. ഞാനിപ്പോൾ ഒരു കൺട്രിയുടെ അംബാസഡറായിട്ട് ഒരു രാജ്യത്തേക്ക് ചെല്ലുകയാണെങ്കിൽ, ഞാനവിടെ ചെന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ, ഞാൻ ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെന്ന് വെച്ചു. ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ എന്നെ ആരെങ്കിലും പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് പറയുന്നത്, ഇദ്ദേഹത്തെ അറിയത്തില്ല, ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഹോളിഡേ ഇന്നിൽ താമസിക്കുന്ന ആൾ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അല്ല, ഞാൻ താമസിക്കുന്ന ചിലപ്പോൾ ഹോളിഡേ ഇന്നിലായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ അവിടുത്തെ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചതിരിക്കും, ഷോപ്പിംഗ് നടത്തിയെന്നിരിക്കും. പക്ഷേ ഞാൻ വന്നത് ഷോപ്പിംഗ് നടത്താനോ ഹോട്ടലിൽ താമസിക്കാനൊന്നും അല്ല. ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുവാനാണ്. എൻ്റെ രാജ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ അക്കൂട്ടത്തിൽ ഞാൻ ഇന്ത്യക്കാരനായ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായി അയാളെ ഞാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തെന്നിരിക്കും. അയാൾ ചിലപ്പോൾ കുറച്ച് പൈസ കൊടുത്തെന്നിരിക്കും. അതല്ലെങ്കിൽ അയാളുടെ ഒരു പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തു കൊടുത്തെന്നിരിക്കും. അയാൾക്കൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു കൊടുത്തെന്നിരിക്കും. പക്ഷേ ഞാൻ ചെന്നത് ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയെ അവിടെ കണ്ട് അയാളുടെ ഈ ഒരു പ്രതിസന്ധിയിൽ അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പോയത്. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് എനിക്കത് ചെയ്താലേ പറ്റുള്ളൂ, ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചെന്നത് എന്തിനാണെന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. ഇതേപോലെ ഒരു വ്യക്തി യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, ഒരു പ്രസംഗകൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ, യേശുവിനെ പരിചയപ്പെടുത്തേണ്ടത് അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനെന്ന നിലയിലല്ല. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ യേശു വന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനല്ല. യേശു വന്നത് കുറച്ച് കടക്കാരുടെ കടം തീർക്കാനുമല്ല. അവൻ കടക്കാരുടെ കടം മാറ്റിക്കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ യേശു വന്നത് എന്തിനു വേണ്ടിയാണ്? കടക്കാരുടെ കടം മാറ്റിക്കൊടുക്കാൻ വേണ്ടിയല്ല. അവൻ വന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. എന്താണ് ലക്ഷ്യം? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കുക കൊണ്ട് അവന് യേശു എന്ന പേര് ഇടണം. യേശു വന്നത് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ്. അപ്പോൾ അതുകൊണ്ട് എംഫസിസ് എപ്പോഴും എന്തായിരിക്കണം? പാപമോചനം എന്ന് പറയുന്ന കാര്യമായിരിക്കണം എംഫസിസ്. അതുമാത്രമേ എല്ലാവരും അംഗീകരിക്കുവാൻ. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുമ്പോഴും 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം ആകുന്നു. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. എന്താണ് ഈ വാക്യത്തിൻ്റെ പ്രത്യേകത? ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്ന് പറയാൻ പറ്റത്തില്ല. യേശു ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ലേ? ഉണ്ട്.
യേശു കണ്ണ് കാണാൻ വയ്യാത്ത ആളുകളെ, കുരുടന്മാരായ ആളുകൾക്ക് കാഴ്ച കൊടുത്തിട്ടില്ലേ? ഉണ്ട്. യേശു കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാനായി ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാണാവുന്ന ആളുകൾ പറയും, എന്നാൽ പിന്നെ കുരുടന്മാരെല്ലാം കൂടെ യേശുവിൻ്റെ പിന്നാലെ പോയിക്കോട്ടെ, എനിക്കിപ്പോൾ പോയിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ല. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല യേശു കുരുടന്മാരെ സൗഖ്യമാക്കി എന്ന് പറയുന്നത്. യേശു മാറാരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ മാറാരോഗമില്ലാതെ ജീവിക്കുന്ന, ഒരുമാതിരി ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരാളോട് നമ്മൾ പറയുകയാണ് ക്രിസ്തുവേശു ഭൂമിയിലേക്ക് വന്ന് മാറാരോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, ഐ എം സോറി, ഇപ്പം എനിക്ക് വലിയ അത്യാവശ്യമില്ല. ഇനി യേശു കടക്കാരെ വിടുവിക്കുവാൻ, എത്ര വലിയ കടക്കാരെയും യേശു കർത്താവ് വിടുവിക്കും, കടത്തിൽ നിന്ന് വിടുതൽ നൽകാനായിട്ട് യേശു വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമല്ല. കാര്യം എല്ലാവരും കടക്കാരൊന്നുമല്ല, ഇല്ലേ? കടം വാങ്ങിച്ചിട്ടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ക്രിസ്തുവേശു കടക്കാരെ വിടുവിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നു എന്ന് ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം അല്ല. എന്നാൽ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ ഒരു വചനമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. എന്തുകൊണ്ട്? ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും എങ്ങനെയുള്ളവരാണ്? പാപികളാണ്. അപ്പോൾ യേശു ക്രിസ്തു ലോകരക്ഷകനാകുന്നത്, ലോകവിമോചകനാകുന്നത്, എല്ലാവരുടെയും വിമോചകനാകുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. എന്ത് കാര്യത്തിൽ? അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കുക കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പം അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്ത്? അവർ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പ്രഥമമായി പാപങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ എന്ന നിലയിലായിരിക്കണം. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ, സുവിശേഷകർ നമുക്ക് യേശുവിനെ പരിചയപ്പെടുത്തി തരുന്നത്. നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ, നീ എന്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ.